സർ, സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പുവച്ച പ്രതിരോധ കരാർ. ഈ പ്രതിരോധ കരാർ പ്രാദേശിക സമാധാനത്തിന് വേണ്ടിയുള്ളതാണ് എന്നാണ് സൗദി അറേബ്യ പറയുന്നത്. പക്ഷേ പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ ഒരു കരാറിൽ ഒപ്പിടുമ്പോൾ ഇന്ത്യ ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടേണ്ടുന്ന സാഹചര്യമുണ്ടോ? അതല്ലെങ്കിൽ സൗദി അറേബ്യയോ പാകിസ്ഥാനോ മറ്റെന്തിനെയെങ്കിലും ഭയന്നുകൊണ്ട് പെട്ടെന്ന് ഇത്തരത്തിലൊരു കരാറിൽ ഏർപ്പെട്ടതാണ്? അത് തന്നെയാണ്. ചോദ്യത്തിന്റെ രണ്ടാം ഭാഗമാണ് ശരിയെന്ന് തോന്നുന്നു. അവര് ഭയപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് സൗദിക്ക് ഭയമുണ്ട്. സൗദിക്ക് നല്ല ഭയമുണ്ട്. ഇസ്രായേല് ഈ പറഞ്ഞതുപോലെ തിരിച്ചിങ്ങോട്ട് എങ്ങാനും വരുമോ എന്നൊരു ഭയം അവർക്കുണ്ട്. പാകിസ്ഥാനാണെ പിന്നെ അവർക്ക് നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അവര് ലോകം മുഴുവൻ നടന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത ശേഷം അടുത്തത് ചിലപ്പോൾ പാകിസ്ഥാനെ ആയിരിക്കുമോ, അങ്ങനെയുള്ള ഭയം പാകിസ്ഥാനും ഉണ്ട്. ഇസ്രായേലിന്റെ അടുത്ത മണി അങ്ങോട്ടും വരുമോ എന്നുള്ളത്. കാരണം ഇറാനെ കൊടുത്തു കഴിഞ്ഞവര് ഇനിയിപ്പോ അടുത്തത് അങ്ങോട്ട് വരുമോ എന്നൊരു ഭയം പാകിസ്ഥാനും ഉണ്ട്. പക്ഷെ ഈ കരാറ് സംബന്ധിച്ച് നമ്മളിപ്പോ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്, സൗദി അറേബ്യ എന്ന് പറയുന്നത് പാകിസ്ഥാനെ പോലൊരു രാജ്യമല്ല. അവര് എണ്ണയുടെ സമ്പത്ത് കൊണ്ടും പ്രകൃതിവാതകത്തിന്റെ സമ്പത്ത് കൊണ്ടും ഒക്കെ വളരെ മാന്യമായ രീതിയിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. ഇന്ത്യയുമായിട്ട് ഏറ്റവും സൗഹൃദമുള്ള രാജ്യമാണ്. നമ്മളുമായിട്ട് വളരെ അടുപ്പമാണ് ആ രാജ്യത്തിനുള്ളത്. അഥവാ അതിന്റെ ഒരു സൂചനയാണ് പിന്നെ നമ്മുടെ വ്യാപാരത്തിന്റെ ഏതാണ്ട് 4-ാം സ്ഥാനമാണ്. വ്യാപാരത്തിലെ ഇന്ത്യക്ക് 4-ാം സ്ഥാനമാണ് സൗദി അറേബ്യയുമായിട്ടുള്ളത്. അത്തരത്തിലുള്ള വളരെ 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 അടുപ്പമുള്ള രാജ്യമാണ്. ഈ രാജ്യമാണ് ഇപ്പോഴേ പാകിസ്ഥാനുമായിട്ട് ഒരു പ്രതിരോധ കരാറില്ല, അവരുടെ ഒരു പ്രതിരോധ ഉടമ്പടിയിലാണ് ഒപ്പുവെച്ചിരിക്കുന്നത്. അത് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും സൗദിയുടെ രാജകുമാരൻ സൽമാൻ രാജകുമാരനും തമ്മിലാണ് റിയാദിൽ വെച്ചാണ് കഴിഞ്ഞ ദിവസം ഈ ഉടമ്പടി ഒപ്പുവെച്ചിരിക്കുന്നത്. അപ്പൊ രണ്ടുപേരും പറയുന്നത് ഞങ്ങളുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ്. ഈ രണ്ട് രാജ്യങ്ങളുടെയും നിലനിൽപ്പിന് വേണ്ടിയുള്ള കാര്യമാണ്. കാരണം ആഗോളതലത്തില് പശ്ചിമേഷ്യയൊക്കെ ആകപ്പാടെ സംഘർഷഭരിതമായിട്ട് മാറുകയാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് നിലനിൽക്കാൻ വേണ്ടിയുള്ള കാര്യമാണെന്നാണ് പറയുന്നത്. അതിനകത്ത് ഒരു ശരിയുമുണ്ട്, അദ്ദേഹത്തിന്റെ വാദത്തിനകത്തൊരു ശരിയുമുണ്ട്. ഈ കരാർ പ്രകാരം ഇപ്പൊ ചെയ്യാൻ പോകുന്ന വ്യവസ്ഥ വന്നിരിക്കുന്നത് ഇതൊരു നാറ്റോ മോഡൽ സഖ്യമാണ്. നാറ്റോ മോഡൽ പറഞ്ഞു കഴിഞ്ഞാല് നാറ്റോ സഖ്യകക്ഷിയിൽപ്പെടുന്ന രാജ്യങ്ങളെ ഏതെങ്കിലും രാജ്യം ആക്രമിക്കുകയാണെങ്കിൽ അവർ കൂട്ടത്തോടെ ആക്രമിക്കും. എന്ന് പറഞ്ഞാല് ഒരു രാജ്യത്തെ, നാറ്റോ സഖ്യത്തിലുള്ള ഒരു രാജ്യത്തെ ഏതെങ്കിലും ശത്രു രാജ്യം ആക്രമിച്ചാൽ അവരെല്ലാവരും കൂടെ ചേർന്ന്, അതായത് എല്ലാവരെയും ആക്രമിച്ചതിന് തുല്യമായിട്ട് കണക്കാക്കി പൊതുശത്രുവിനെ പോലെ നേരിടുമെന്നാണ് അവർ പറയുന്നത്. നമ്മൾ പറയത്തില്ല, ഈ കാക്കയെ കൊന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ. അപ്പൊ നമ്മള് ഒരു ഒറ്റതിരിഞ്ഞൊരു കാക്കയെ കൊന്നു കഴിഞ്ഞാൽ കാക്കക്കൂട്ടമെല്ലാം കൂടെ നമ്മളെ നേരെ ആക്രമിച്ചു വരുമല്ലോ എന്ന് പറഞ്ഞ പോലെ സഖ്യമാണിത്. ഇതിന്റെ ചുവട് പിടിച്ചൊരു സഖ്യമാണ് ഇപ്പോഴേ സൗദിയും പിന്നെ പാകിസ്ഥാനും തമ്മിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ഈ പ്രതിരോധ കരാർ അതാണ്. എന്ന് പറഞ്ഞാല് ഏതെങ്കിലും കാരണവശാല് പാകിസ്ഥാനെ ഏതെങ്കിലും രാജ്യം ആക്രമിച്ചാൽ അത് സൗദിയെ കൂടി ആക്രമിച്ചതായിട്ട് കണക്കാക്കി സൗദി അക്രോട് ചേർന്ന് ഈ രാജ്യത്തിന് നേരെ തിരിച്ചടി വരും. എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഇനി ഓപ്പറേഷൻ സിന്ദൂർ പോലെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ പാകിസ്ഥാനോടൊപ്പം സൗദിയും ചേരുമെന്നാണ് പറയുന്നത്. എന്ന് പറയുന്നതേ ഉള്ളൂ കേട്ടോ. ഇതും പറയുന്നുള്ള ഇതൊക്കെ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ പോകുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെയാണ് സൗദിക്കെതിരെ ഒരു ആക്രമണം വന്നാൽ, സൗദിക്ക് നേരെ ഒരു ആക്രമണം വന്നാൽ പാകിസ്ഥാനും സഹായിക്കും. ഇതാണ് ഇതിനകത്തിൽ വെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇതൊക്കെ എത്ര കണ്ട് നടപ്പാകുമെന്ന് കണ്ടറിയണം. അപ്പൊ ഈ കരാറിനെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്തിന് ചില ധാരണയൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ചില സൂചനകളൊക്കെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വന്നു തുടങ്ങിയിരുന്നത് സംബന്ധിച്ച്. കാരണം നെതന്യാഹുവിന്റെ മുമ്പുണ്ടായിരുന്ന ഒരു ടേപ്പ് ഉണ്ടല്ലോ, നേരത്തെ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ടായിരുന്നു കുറെ കാലം മുമ്പ്. അദ്ദേഹം പറഞ്ഞ ഒരു അഭിമുഖമാണ്. അതായത് മിലിറ്റന്റ് ഭരണകൂടം ഉള്ള ആണവായുധ ശേഷിയുള്ള രാജ്യങ്ങൾ, ആണവായുധ ശേഷിയും മിലിറ്റന്റ് ഭരണകൂടം ഭരിക്കുന്നതുമായ രാജ്യങ്ങൾ, അത് അവർ അന്ന് നെതന്യാഹു ഉന്നിയത് ഇവരെ തന്നെയാണ്. ഈ പറയുന്നത് പോലെ ഇറാനെയും പാകിസ്ഥാനെയുമാണ്. ഇവരെ രണ്ടുമാണല്ലോ ആണവായുധം കൊണ്ട് കളിക്കുന്നത്. അപ്പൊ ഈ രണ്ട് കക്ഷികളിലെ ആരെങ്കിലും അത്തരത്തിൽ എന്തെങ്കിലും നടപടി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് തിരിയും എന്ന് നെതന്യാഹു ഒരു മാസങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞു കഴിഞ്ഞു. ആ വീഡിയോ ഇപ്പം സർവ്വവ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട്. അതിനെ തുടർന്നാണെന്ന് തോന്നുന്നു ഇറാനെ ആക്രമിച്ചു, അല്ലേ? ആണവശേഷിയുണ്ട്, വലിയ സംഭരണ ശേഷിയുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിയുന്ന ഇറാനെ വളരെ നിഷ്പ്രയാസം അവർ ആക്രമിച്ച് അമേരിക്കയുടെ സഹായം കിട്ടി വളരെ പെട്ടെന്ന് തന്നെ, അല്ലേ? എത്രയോ ദിവസം, 3-4 കഷ്ടിച്ച് ഒരാഴ്ച കൊണ്ട് തന്നെ ഇറാനെ റെഡിയാക്കി കൈ കൊടുത്തു. അപ്പൊ അതോടുകൂടി ഇവർക്ക് ശരിക്കും ഭയമായിട്ടുണ്ട്.
പാകിസ്ഥാന് ശരിക്കും ഭയമായിട്ടുണ്ട്. ഇറാന് കിട്ടിയ ശേഷം ഇനിയുള്ള മിലിറ്ററി സംവിധാനങ്ങളും ആണവശേഷിയും ഒക്കെ ഉള്ളത് പാകിസ്ഥാനാണല്ലോ. തിരിച്ച് പാകിസ്ഥാനിലേക്കായിരിക്കും ഒരു പക്ഷേ വരുന്നെന്നുള്ള ഭയം, ആ ഉൾഭയമായിരിക്കും എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഈ കരാറിന് തയ്യാറായെന്ന് തോന്നുന്നു. പക്ഷേ നമ്മുടെ ഗവൺമെന്റ് ഇന്നലെ കൃത്യമായ മറുപടി കൊടുത്തു. അറിയാം അവിടെ ഇങ്ങനെയൊക്കെ ചില പരിപാടികൾ നടക്കുന്നുണ്ടെന്നുള്ള വിവരം ഞങ്ങൾക്ക് അറിയാം. പക്ഷേ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടം വരെ പോകും നമുക്ക് നോക്കാം, എവിടെ വരെ പോകുന്നത് നോക്കാം എന്നുള്ള ഒരു മട്ടിലാണ് നമ്മുടെ ഗവൺമെന്റിന് പിന്നെ വളരെ ലാഘവത്തോടു കൂടിയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. കാരണം സൗദി അറേബ്യ നമുക്കൊരു പ്രശ്നമല്ല. സൗദിയെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു പ്രശ്നമേ അല്ല. നമ്മുടെ ഏറ്റവും സുഹൃത്ത് രാജ്യമാണ്. ഈ പറഞ്ഞ പോലെ കരാറൊക്കെ നാറ്റോ മോഡൽ കരാറൊക്കെ ഉണ്ടായെന്ന് വിചാരിച്ചാലും പാകിസ്ഥാനെ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ പോലെ ഒരടി കൊടുക്കുകയാണെങ്കിൽ, അങ്ങനെയാണല്ലോ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നത്, ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിയിട്ടില്ല, ആ പരിപാടി നിർത്തിയിട്ടില്ല. അതിർത്തിയിലെങ്ങാനും വീണ്ടും തലപൊക്കിയെങ്ങാനും വരികയാണെങ്കിൽ, അതിർത്തി കടന്നെങ്ങാനും വല്ല ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ അത് ഭീകരാക്രമണമായിട്ട് തന്നെ കണക്കാക്കിയിട്ട് കയറി അടിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു വിട്ടുവീഴ്ചയല്ല, ഇനി ചർച്ചകളും ഒന്നും ഉണ്ടാകത്തില്ല, കൃത്യമായിട്ട് കൈ കിട്ടുമെന്ന് തന്നെയാണ്, തിരിച്ചടിക്കുമെന്നാണ് എന്നെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് പാകിസ്ഥാനെയാണ് നമ്മൾ ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. സൗദിയുടെ കാര്യത്തിൽ ഇക്കാര്യത്തിൽ വലിയ വിഷമത്തിന്റെയോ അല്ലെങ്കിൽ ആശങ്കയുടെയോ അവകാശമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അതാണ്, കൈവിട്ട കളിയാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പാകിസ്ഥാൻ രണ്ടും വിട്ട കളിയാണ്. കാരണം വെച്ചാൽ അവർക്ക് നിവൃത്തിയില്ല. പ്രധാനപ്പെട്ട പിന്നെ തുറമുഖം, എയർബേസ്, അതുപോലെ പിന്നെ അതിന്റെ സമ്പന്നത, അതിന് വരുമാനം കിട്ടാവുന്ന എല്ലാ മാർഗങ്ങളും അടഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടപ്പിച്ചു കഴിഞ്ഞു. നമ്മൾ ബ്രഹ്മോസ് കൊണ്ട് അതെല്ലാം അടപ്പിച്ചു കഴിഞ്ഞു. പിന്നെ അവർക്കുള്ള ഒരു ആശ്രയം എന്ന് പറയുന്നത്, സൈനികപരമായ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നോക്കാവുന്നത് ഭീകരവാദികളെ ഇറക്കുക എന്നുള്ളതാണ്. ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുക. അതാണല്ലോ പാക് പഞ്ചാബില് നമ്മൾ തകർത്തെറിഞ്ഞ ആ ഭീകര കേന്ദ്രങ്ങളൊക്കെ പുനരുദ്ധരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ വീണ്ടും പുതുക്കി പണിയാണ്, അല്ലെ? 500-600 പേർക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരുന്ന ഭീകര കേന്ദ്രങ്ങളൊക്കെ ISI അതിന്റെയൊക്കെ ചുവട് പിടിച്ച് വരുന്നുണ്ട് അവര്. അത്തരമുള്ള ഭീകര സംഘടനകളെയൊക്കെ വീണ്ടും ഒന്ന് ഉണർത്തിയെടുക്കാനായിട്ട്, അവരുടെ പരിശീലന ക്യാമ്പുകളൊക്കെ ഒന്ന് ഉണർത്തിയെടുക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി ലോകത്തെല്ലാം നടന്ന സഹായം ചോദിക്കുകയാണ് കേട്ടോ. അവര് ആദ്യമായിട്ട് കുറച്ചൊരു തുക കൊടുത്തു. അതിനുശേഷം അങ്ങനെയാണല്ലോ, പിന്നെ ഇത്തരത്തിലുള്ള സഹായങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അറബ് രാജ്യങ്ങളോ മുസ്ലിം രാജ്യങ്ങളോ ഒക്കെ അവരെ സഹായിക്കും. യുദ്ധസമയത്ത് പോലും ചെയ്തതാണല്ലോ. യുദ്ധസമയത്ത് പോലും പാകിസ്ഥാൻ IMF-ന്റെ ഫണ്ട് അനുവദിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തതാണല്ലോ. അപ്പൊ അത്തരത്തിലുള്ള സഹായങ്ങൾ വല്ലതും കിട്ടിയിട്ട് വീണ്ടും ഈ ഭീകര കേന്ദ്രങ്ങളൊക്കെ നമ്മുടെ പാക് പഞ്ചാബ് അതിർത്തിയിൽ പണിയാനുള്ള ശ്രമം നടക്കുകയാണ്. ശ്രമമല്ല, അത് ഈ ഫെബ്രുവരി തീർക്കുമെന്നാണ് പറയുന്നത് കേട്ടോ. ഈ 2026 ഫെബ്രുവരിയിൽ വീണ്ടും പഴയതുപോലെ ഇതൊക്കെ തലപൊക്കി വരുമെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കൊരു ശരിക്കും ഒരു ഭീഷണിയുണ്ട്. നമുക്ക് പറഞ്ഞില്ലേ, അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ഇവർക്ക് ഇനി രക്ഷയില്ല. അവിടെ ആഭ്യന്തര കലാപത്തിലേക്ക് വരും. ഇവർ അടിയന്തരമായിട്ട് തീർക്കുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, സിന്ധു നദിയിലെ വെള്ളം കിട്ടുന്നില്ല. സിന്ധു നദിയിലെ വെള്ളം പാകിസ്ഥാൻ നമ്മൾ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അത് വളരെ കൃത്യമായി എടുത്തൊരു തീരുമാനമാണ്, നമ്മുടെ ഗവൺമെന്റ് എടുത്ത തീരുമാനമാണ്. ഇവർക്ക് ഇനിയും വെള്ളം കൊടുക്കത്തില്ല. കാരണം അത്രയേറെ 26 നിരപരാധികളെ കൊന്നതാണ്, അല്ലെ? 26 നിരപരാധികളെ കൊന്നതുകൊണ്ട് ഇവന്മാർക്ക് ഇനി ഒരു തരത്തിലും ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ കൊടുക്കുകയില്ല. അത് വൈരാഗ്യബുദ്ധിയല്ല, പാവപ്പെട്ട ജനങ്ങളോട് വൈരാഗ്യബുദ്ധിയല്ല, അവരെ നയിക്കുന്ന ഭരണകൂടത്തോടുള്ള വൈരാഗ്യബുദ്ധി തന്നെയാണത്. അപ്പൊ വെള്ളം കിട്ടിയില്ലെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും? സിന്ധു നദിയിലെ വെള്ളം കിട്ടിയില്ലെങ്കിൽ 60% കൃഷിയും മറ്റു കുടിവെള്ളത്തിനും ആശ്രയിക്കുന്ന സിന്ധു നദിയിലെ വെള്ളം കിട്ടിയില്ലേ പാകിസ്ഥാൻ ജനതയിൽ എന്തുണ്ടാകും? അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും, അല്ലെ? ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടാകും. എന്നാണ് ബലൂചിസ്ഥാൻ വിഷയം ഇങ്ങനെ വളരെ സജീവമായിട്ട് നിൽക്കുകയാണ്. അപ്പൊ പാകിസ്ഥാൻ ഇന്റേണലായിട്ടും എക്സ്റ്റേണലായിട്ടും വലിയ വലിയ പ്രശ്നങ്ങളിൽപ്പെട്ട് നിൽക്കുകയാണ് അവർ. അപ്പൊ അവർക്കിത് ആവശ്യമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ കരാർ അവർക്ക് ആവശ്യമാണ്. പ്രത്യേകിച്ച് സൗദി പോലെയുള്ള രാജ്യത്തോടാണ് ആദ്യം ചോദിക്കുന്നത്. സൗദിയോടെ പോയി ചോദിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഇവർക്ക് പട്ടാള പരിശീലനം ഒക്കെ കൊടുക്കുന്നത് പാകിസ്ഥാനാണല്ലോ. സൗദിയിലെ മറ്റേ അവരുടെ സൈനികങ്ങൾക്കൊക്കെ ഉള്ള പട്ടാള പരിശീലനം കൊടുക്കുന്നത് പാകിസ്ഥാനാണ്. അതുകൊണ്ടായിരിക്കാം സൗദിയോട് ആദ്യം ചെന്ന് സഹായം ചോദിക്കുന്നത്. ഇനിയിപ്പോ പറഞ്ഞില്ലേ, ഇറാനോട് ചോദിക്കത്തില്ല, അത് രണ്ട് സുന്നി ഷിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ അവരുടെ ഒരിക്കലൊക്കെ ചെല്ലത്തില്ല. ഇതിന്റെ ആത്യന്തികമായ പ്രശ്നം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ഈ പറഞ്ഞ ഖത്തർ ആക്രമണം തന്നെയാണ്. ഖത്തറിലേക്ക് കയറി അടിച്ചത് തന്നെയാണ് ശരിക്കും ഇവരെ എല്ലാം ഭയപ്പെടുത്തിയിരിക്കുന്നത്. ഈ പാശ്ചാത്യ മേഖലയെ മുഴുവൻ, അല്ലെ, പശ്ചിമേഷ്യയെ മുഴുവൻ ഭയപ്പെടുത്തിയിരിക്കുന്നത് ഇത് തന്നെയാണ്. അറബ് മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ അസാധാരണമായ ഭീതിയാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്ത ആളിനും കിട്ടിയിരിക്കും. അത് തന്നെ ഇവർ രണ്ടുപേരും അങ്ങനെയാണ്. ഇറാൻ ഇതുവരെ ആണവ ശേഷിയുള്ളതാണ്, ഞങ്ങൾ ഭൂഖണ്ഡാന്തര മിസൈലുകളൊക്കെ പിന്നെ ശേഷിയുള്ള പിന്നെ വസ്തുക്കൾ മിസൈലുകൾ പ്രയോഗിക്കുന്നൊക്കെ പറഞ്ഞ് നടക്കുകയായിരുന്നു. പക്ഷെ ഒന്നും പുറത്തെടുക്കാനും ഒന്നും വല്ലാതെ തന്നെ പെട്ടെന്ന് തന്നെ അവർ ഒതുക്കി കളഞ്ഞു. ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഒതുക്കി കഴിഞ്ഞു.
പിന്നെ പാകിസ്ഥാനാണ്. പാകിസ്ഥാനും അങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങളുടെ കയ്യിലുണ്ട്, മറ്റേ ഞങ്ങളുടെ കുന്നുകളിലൊക്കെ ഇരിപ്പുണ്ടെന്നാണ് പറയുന്നത്. അതൊന്നും പുറത്തെടുക്കാനുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടാകുകയില്ല, അതിനൊക്കെയുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടാകുകയില്ല. ഒരുപക്ഷെ നെതന്യാഹുവിന്റെ കണ്ണ് അങ്ങോട്ട് വരാം, അതിനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം അദ്ദേഹത്തിന്റെ വീഡിയോയിലെ കാര്യങ്ങൾ സത്യസന്ധമായിട്ട് അദ്ദേഹത്തിന്റെ മുഖം കാണിച്ചുകൊണ്ട് തന്നെയാണ് ആ വാക്കുകളെല്ലാം വന്നിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അടുത്ത തീവ്രവാദികൾ ഇവരാണ്, ഈ രാജ്യമാണ്, അതായത് ഇറാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാകിസ്ഥാനാണ്. അപ്പൊ അതുകൊണ്ട് അതിനുള്ള ഒരു ശ്രമമായിരിക്കുമെന്നാണ് പാകിസ്ഥാന്റെ ഈ നീക്കത്തെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നത്. പിന്നെ എണ്ണക്കച്ചവടമാണ് സൗദിക്കുള്ള ഒരു ചെറിയ വിഷമം എന്ന് പറയുന്നത്. അവരും എണ്ണയുടെ കാര്യത്തിൽ വലിയ അതിസമ്പന്നന്മാരാണല്ലോ, ക്രൂഡിന്റെ കാര്യത്തിൽ. ഇപ്പൊ ഇന്റർനാഷണൽ മാർക്കറ്റിൽ എന്താണ് ക്രൂഡ് വില സ്റ്റഡി ആയിട്ട് നിൽക്കുന്നത്? ഇത്രയേറെ യുദ്ധങ്ങൾ അല്ലെ, ഈ അടുത്ത കാലത്രയേറെ യുദ്ധങ്ങൾ, ഓരോരോ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടായിട്ടും എണ്ണ വില സ്റ്റഡിയാണ്, എണ്ണ വില കൂടുന്നില്ല. ഒപ്പേക്കിനൊന്നും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അവരുടെ സ്വാധീനമൊക്കെ കഴിഞ്ഞു പോയി എന്നാണ് തോന്നുന്നത്. അത് റഷ്യ നമ്മുടെ കൂടെ വന്നതുകൊണ്ടാണ് അല്ലേ, നമുക്ക് വില കുറച്ച് ക്രൂഡ് തന്നതുകൊണ്ടാണ്. അത് ശരിക്കും സൗദിക്ക് ഒരു വിഷമുണ്ടാക്കിയ കാര്യമാണ്, ഒരേ സമയത്തുള്ള വിഷമുണ്ടാക്കിയ കാര്യമാണ്. അത് തന്നെയല്ല, പ്രസ്താവനകൾ വന്നല്ലോ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് കേൾക്കുന്നുണ്ട്, ഇന്ത്യ എണ്ണ പിന്നെ കയറ്റുമതി ചെയ്യുകയാണ്. നോക്കണം, ഒരു കുഴിച്ചെടുക്കാൻ ഒരു ശേഷിയില്ലാത്ത അല്ലെ, വളരെ കുറച്ച് മാത്രം കിട്ടുന്ന ഒരു രാജ്യം ലോകത്തേക്ക് എണ്ണ കയറ്റുമതി ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതും സൗദിക്ക് ഉള്ളാലെ അത്ര സുഖമുള്ള ഒരു കാര്യമല്ല. പക്ഷേ സൗദി അറേബ്യ അവിടുത്തെ ഭരണാധികാരി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല്, പണ്ടൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അങ്ങനെയുള്ളവനെ ചുമന്നു കഴിഞ്ഞാൽ, ആ വാക്ക് ഞാൻ പറയുന്നില്ല, അങ്ങനെയുള്ളവനെ ചുമന്നു കഴിഞ്ഞാൽ ചുമന്നവനും നാറും അല്ലെ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് സൗദി ചെന്ന് വീഴാതെ ശ്രദ്ധിക്കുമായിരിക്കും. അവിടുത്തെ വിവരമുള്ള ഭരണാധികാരികളാണ്, അവർ ശ്രദ്ധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് തന്നെയാണ് അവിടെയുള്ള ഭരണാധികാരികളെ കുറിച്ചുള്ള നമ്മുടെ പ്രതീക്ഷയാണ് ഏത് തരത്തിൽ അവർ പാകിസ്ഥാനുമായി ഏത് കരാറിൽ ഏർപ്പെട്ടാലും ഇന്ത്യയെ അത് ബാധിക്കില്ല എന്നുള്ളൊരു വിശ്വാസത്തിന് പിന്നിൽ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാടുകളെ, അദ്ദേഹം എടുക്കുന്ന രാജ്യതന്ത്രപരമായ ചില തീരുമാനങ്ങളെയൊക്കെ സൗദി അറേബ്യ പിന്തുണച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറച്ചു നാളുകളായിട്ട്. മറ്റേത് പ്രധാനമന്ത്രി ഇന്ത്യക്ക് ഇതിനു മുൻപുണ്ടായിരുന്ന മറ്റേത് പ്രധാനമന്ത്രിയെ പോലെയുമല്ല നരേന്ദ്രമോദി പാകിസ്ഥാനുമായി സൗദി അറേബ്യയുമായും UAE-യുമായും അങ്ങനെ GCC രാജ്യങ്ങളുമായി വളരെയേറെ അടുത്ത സൗഹൃദ ബന്ധം, നയതന്ത്രപരമായ ചില ബന്ധങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് കൂടിയാണ് പാകിസ്ഥാൻ തുറന്നു പറഞ്ഞിരിക്കുന്നത്, ഇന്ത്യക്ക് ഈ കരാർ കൊണ്ട് യാതൊരു ഉപദ്രവവും ഉണ്ടാകാൻ പോകുന്നില്ല, ഇന്ത്യയെ അല്ലെങ്കിൽ സൗദി അറേബ്യ ഇന്ത്യ ബന്ധത്തെ ഒരു തരത്തിലും ഈ കരാർ ബാധിക്കാൻ പോകുന്നില്ല, ഇത് തീർത്തും സമാധാനപരമായ പ്രാദേശിക സമാധാനത്തിന് വേണ്ടിയുള്ള ഒരു കരാർ മാത്രമാണെന്ന്. എങ്കിലും അവിടെയാണ് രാജഗോപാൽ സർ സൂചിപ്പിച്ച ചില കാര്യങ്ങൾ ചർച്ചയാവുന്നതും. സൗദി അറേബ്യ ഭയപ്പെടുന്നുണ്ട് ചിലതിനെ, അത് ഇസ്രയേലിനെ ആവാം, ഈ ഇറാന് വേണ്ട ഒരു തിരിച്ചടി ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചു, ഏറ്റവും ഒടുവിൽ ഖത്തറിന് ലഭിച്ചു. ഇതൊക്കെ ഉദാഹരണമായി സൗദി അറേബ്യയുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ കൂടെ ആ കൂട്ടത്തിലുള്ള ഒരാളെ കൂട്ടുക എന്നുള്ളത് കൂടി സൗദി അറേബ്യയുടെ അജണ്ടയിലുണ്ടോ എന്നും നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഏറ്റവും പ്രസക്തമായ കാര്യം അതിന് പാകിസ്ഥാനാണോ വഴി എന്നുള്ളതാണ്. ആ രീതിയിൽ സാറ് തന്നെ പറഞ്ഞതുപോലെ ആ പഴഞ്ചൊല്ലാണ് ഇവിടെ അന്വർത്ഥമാവുന്നത്. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു രാജഗോപാൽ.